ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. ലോഹവസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കൂ. ലോഹങ്ങൾ മിന്നലിനെ ആകർഷിക്കും. കഴുത്തിലെ സ്വർണ്ണമാല, കയ്യിലെ വാച്ച്, ഇരുമ്പുവേലി, സൈക്കിൾ എന്നിവയിൽ നിന്നെല്ലാം അകന്നു നിൽക്കുക. പലർക്കും ഇത് കേൾക്കുമ്പോൾ ഭയമാകാറുണ്ട്. എന്നാൽ ഈ വിശ്വാസത്തിൽ എത്രത്തോളം സത്യമുണ്ട്? യഥാർത്ഥത്തിൽ ലോഹങ്ങൾ മിന്നലിനെ ആകർഷിക്കുന്നില്ല. അതെ, ഇത് കേൾക്കുമ്പോൾ അല്പം അത്ഭുതം തോന്നാം. കാരണം വർഷങ്ങളായി പലരും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണിത്. എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. മിന്നൽ രൂപപ്പെടുന്നത് മേഘങ്ങളിലും ഭൂമിയിലും ഉണ്ടാകുന്ന വലിയ വൈദ്യുത ചാർജ് വ്യത്യാസം മൂലമാണ്. ഈ വൈദ്യുതി ഭൂമിയിലേക്കെത്താൻ ഏറ്റവും എളുപ്പമുള്ള പാതയാണ് മിന്നൽ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണയായി ഏറ്റവും ഉയരമുള്ള വസ്തുക്കളായ മരങ്ങൾ, ടവറുകൾ, കെട്ടിടങ്ങൾ എന്നിവയിൽ മിന്നൽ പതിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മിന്നൽ ലോഹത്തെ തേടിയല്ല വരുന്നത്. പകരം ഭൂമിയിലെത്താൻ എളുപ്പമുള്ള പാതയാണത് കണ്ടെത്തുന്നത്. അപ്പോൾ ഇരുമ്പ്, സ്വർണം പോലുള്ള ലോഹങ്ങളുമായി ബന്ധപ്പെട്ട ഈ തെറ്റിദ്ധാരണ എങ്ങനെയുണ്ടായി? ഇതിന് കാരണം ലോഹങ്ങൾ വൈദ്യുതിയുടെ മികച്ച ചാലകങ്ങളാണ്. മിന്നൽ ഒരിക്കൽ പതിച്ചാൽ അതിലെ വൈദ്യുതി ലോഹത്തിലൂടെ വളരെ വേഗത്തിൽ സഞ്ചരിക്കും. ഇത് കണ്ടാണ് പലരും ലോഹം മിന്നലിനെ ആകർഷിച്ചു എന്ന് കരുതുന്നത്. ഉദാഹരണത്തിന്, ഒരു തുറന്ന മൈതാനത്ത് നിങ്ങൾ നിൽക്കുകയാണെന്ന് കരുതുക. നിങ്ങളുടെ കഴുത്തിൽ സ്വർണ്ണമാല ഉണ്ടോ ഇല്ലയോ എന്നത് വലിയ കാര്യമല്ല. നിങ്ങൾ ആ പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള വസ്തുവാണെങ്കിൽ മിന്നൽ നിങ്ങളെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട്. അതായത് ഇടിമിന്നൽ സമയത്ത് നിങ്ങൾ നിൽക്കുന്ന ഇടമേതാണോ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് മറ്റൊരു രസകരമായ ശാസ്ത്ര സത്യം വരുന്നത്. പലരും കരുതുന്നത് കാറ് പോലുള്ള വാഹനങ്ങൾ ഇടിമിന്നലിൽ റോഡുകളിൽ സുരക്ഷിതമായിരിക്കുന്നത് അതിന്റെ റബ്ബർ ടയറുകൾ കൊണ്ടാണെന്നാണ്. എന്നാൽ അത് ശരിയല്ല. ഒരു കാറിൽ മിന്നൽ പതിച്ചാൽ അതിലെ വൈദ്യുതി കാറിന്റെ ലോഹ ബോഡിയിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകും. അതിനുള്ളിലുള്ള ആളുകൾ സാധാരണയായി സുരക്ഷിതരായിരിക്കും. ഇതിന് കാരണം ഫാരഡേ കേജ് എഫക്റ്റ് എന്ന ശാസ്ത്രതത്വമാണ്. ഒരു ലോഹ ആവരണത്തിനുള്ളിൽ വൈദ്യുത ചാർജുകൾ പുറം ഭാഗത്ത് കൂടി മാത്രം സഞ്ചരിക്കുകയും ഉള്ളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രതിഭാസം. അതിനാൽ മിന്നലിന്റെ വൈദ്യുതി കാറിന്റെ പുറം ഭാഗത്ത് കൂടി സഞ്ചരിച്ച് പുറത്തേക്ക് പോകുന്നു. യാത്രക്കാർ അതിന്റെ നേരിട്ടുള്ള ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു. ഇതേ കാരണത്താലാണ് വിമാനങ്ങളിൽ മിന്നൽ പതിച്ചാലും യാത്രക്കാർ സാധാരണയായി സുരക്ഷിതരാകുന്നത്. വിമാനത്തിന്റെ ലോഹ ആവരണം ഒരു വലിയ ഫാരഡേ കേജ് പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇടിമിന്നൽ സമയത്ത് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? തുറന്ന മൈതാനങ്ങൾ, ഉയരമുള്ള സ്ഥലങ്ങൾ, ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവടുകൾ, വെള്ളത്തിൽ നിൽക്കൽ തുടങ്ങിയവയാണ് കൂടുതൽ അപകടകരം. വെറും ലോഹം കൈവശം വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം മിന്നൽ നിങ്ങളെ തേടി വരില്ല. ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആ സമയത്ത് നിൽക്കുന്ന ഇടമാണ് നിങ്ങളെ സുരക്ഷിതരാക്കുന്നത്. അപ്പോൾ അടുത്ത തവണ ആരെങ്കിലും സ്വർണം പോലുള്ള ലോഹങ്ങൾ മിന്നലിനെ ആകർഷിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, അല്ല, മിന്നൽ ലോഹത്തെ തേടിയല്ല വരുന്നത്. ലോഹം അതിന്റെ വൈദ്യുതി കടത്തിവിടുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് ഫാരഡേ കേജ് എഫക്റ്റ് പോലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മളെ സംരക്ഷിക്കുന്നതും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം.